അമേരിക്കൻ സ്വപ്നങ്ങളും പേറി ഈ രാജ്യത്തേക്ക് കുടിയേറിയ നിലവിൽ ഇവിടെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് വിദേശികൾക്ക്, പ്രത്യേകിച്ച് ഇന്ത്യൻ IT പ്രൊഫഷണലുകൾക്കും വിദ്യാർത്ഥികൾക്കും ഇതാ കനത്തൊരു പ്രഹരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ട്രംപ് ഭരണകൂടം തങ്ങളുടെ ഏറ്റവും പുതിയതും കടുപ്പമേറിയതുമായ ഇമിഗ്രേഷൻ നയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കയിൽ താൽക്കാലിക വിസകളിൽ കഴിയുന്നവർ ഗ്രീൻ കാർഡിനായി അപേക്ഷിക്കുമ്പോൾ ആ അപേക്ഷയിൽ അന്തിമ തീരുമാനം വരുന്നതുവരെ US-ൽ തുടരാൻ അനുവദിക്കുന്ന ദശാബ്ദങ്ങൾ പഴക്കമുള്ള നിയമം ഡൊണാൾഡ് ട്രംപ് സർക്കാർ റദ്ദാക്കിയിരിക്കുന്നു. ഇനി മുതൽ നിങ്ങൾ US-ൽ താൽക്കാലിക വിസയിലാണുള്ളതെങ്കിൽ ഗ്രീൻ കാർഡിന് അർഹതയുണ്ടെങ്കിൽ പോലും അപേക്ഷ നൽകിയ ശേഷം സ്വന്തം നാട്ടിലേക്ക് മടങ്ങണം. അവിടെയുള്ള അമേരിക്കൻ കോൺസുലേറ്റ് വഴി മാത്രമേ ബാക്കിയുള്ള നടപടികൾ പൂർത്തിയാക്കാൻ സാധിക്കൂ. അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റാറ്റസ് എന്ന് ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വിളിക്കുന്ന കഴിഞ്ഞ 60 വർഷത്തിലേറെയായി മാറ്റമില്ലാതെ തുടർന്നു വന്ന ഒരു വലിയ ഇളവിനാണ് ഇപ്പോൾ ട്രംപ് ഭരണകൂടം പൂട്ടിട്ടിരിക്കുന്നത്. വെള്ളിയാഴ്ച പുറത്തിറങ്ങിയ പുതിയ USCIS പോളിസി മെമ്മോ പ്രകാരം അമേരിക്കയിലുള്ള വിദേശികൾക്ക് ഗ്രീൻ കാർഡ് നൽകുന്നത് ഇനി തികച്ചും എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റൻസ് മാത്രമായി പരിമിതപ്പെടുത്തും. ഇതോടെ നിലവിൽ US-ൽ ജോലിയും കുടുംബവുമായി കഴിയുന്ന 10 ലക്ഷത്തിലധികം കുടിയേറ്റക്കാരുടെ ജീവിതമാണ് ഒരൊറ്റ രാത്രി കൊണ്ട് അനിശ്ചിതത്വത്തിലായിരിക്കുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ നിയമമാറ്റം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് പരിശോധിക്കാം. സാധാരണയായി ഒരാൾ സ്റ്റുഡന്റ് വിസയിലോ അല്ലെങ്കിൽ H-1B പോലുള്ള വർക്ക് വിസയിലോ US-ൽ എത്തിയാൽ അവർക്ക് പിന്നീട് ഗ്രീൻ കാർഡിനായി സ്പോൺസർഷിപ്പ് ലഭിക്കുമ്പോൾ US-ൽ നിന്ന് തന്നെ സ്റ്റാറ്റസ് മാറ്റാൻ അപേക്ഷിക്കാമായിരുന്നു. ഈ അപേക്ഷ പെൻഡിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ലീഗലായി US-ൽ തുടരാനും സാധിക്കുമായിരുന്നു. എന്നാൽ ഈ പുതിയ ഉത്തരവനുസരിച്ച് താൽക്കാലിക വിസയിൽ വന്ന ഒരാൾക്ക് ഗ്രീൻ കാർഡ് വേണമെങ്കിൽ അയാൾ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിപ്പോകണം. അവിടെയുള്ള US എംബസിയിലോ കോൺസുലേറ്റിലോ പോയി കോൺസുലാർ പ്രോസസിംഗ് വഴി മാത്രമേ ഗ്രീൻ കാർഡ് വിസ നേടാൻ പാടുള്ളൂ. ഇതിനെക്കുറിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി വക്താവ് സാക് ക്ലാക്കർ വ്യക്തമാക്കിയത്, ഇനി മുതൽ US-ൽ താൽക്കാലികമായി കഴിയുന്ന ഒരു വിദേശിക്ക് ഗ്രീൻ കാർഡ് വേണമെങ്കിൽ വളരെ അസാധാരണമായ സാഹചര്യങ്ങളിലൊഴികെ അവർ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിപ്പോയി അപേക്ഷിക്കണം എന്നാണ്. നിയമത്തിലെ ലൂപ്പ് ഹോളുകൾ അല്ലെങ്കിൽ ദുരുപയോഗങ്ങൾ തടയാനും US ഇമിഗ്രേഷൻ നിയമം പാർലമെന്റ് വിഭാവന ചെയ്ത രീതിയിൽ കൃത്യമായി നടപ്പാക്കാനും വേണ്ടിയാണ് ഈ നടപടി എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, ഗ്രീൻ കാർഡ് അപേക്ഷ നിരസിക്കപ്പെട്ടതിന് ശേഷവും US-ൽ തന്നെ ഒളിച്ചു താമസിക്കാൻ ആളുകൾ ശ്രമിക്കുന്നത് തടയാൻ ഈ പുതിയ നിയമം സഹായിക്കുമെന്നും ട്രംപ് ഭരണകൂടത്തിന്റെ വാദമുയരുന്നു. ഭരണകൂടം ഇതിനെ നിയമം നടപ്പിലാക്കൽ എന്ന് വിളിക്കുമ്പോൾ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതമാണ് ഇവിടെ ചോദ്യചിഹ്നമാകുന്നത്. ഹൂസ്റ്റൺ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മനുഷ്യാവകാശ അഭിഭാഷക മരിയ കാരി ഉൾപ്പെടെയുള്ള പ്രമുഖ ഇമിഗ്രേഷൻ വിദഗ്ധർ ഇതിനെ വിശേഷിപ്പിച്ചത് ഭയാനകമായ നിയമമാറ്റം എന്നാണ്. കാരണം നിങ്ങൾ ഇവിടെ നിയമപരമായ ഒരു വിസയിൽ വന്നു, ഒരു ജീവിതം കെട്ടിപ്പടുത്തു. ഇവിടെ ഒരു പക്ഷേ നിങ്ങൾക്ക് പങ്കാളി ഉണ്ടാകാം, കുട്ടികൾ ഉണ്ടാകാം, നല്ലൊരു ജോലി ഉണ്ടാകാം. പക്ഷേ പുതിയ നിയമപ്രകാരം അതിനൊന്നും യാതൊരു വിലയുമില്ല. നിങ്ങൾ രാജ്യം വിടേണ്ടി വരും. പ്രത്യേകിച്ച് ഇത് ബാധിക്കാൻ പോകുന്നത് 3 വിഭാഗങ്ങളെയാണ്. താൽക്കാലിക വർക്ക് വിസയിലുള്ളവർ. ഗ്രീൻ കാർഡ് പ്രോസസ് നടക്കുന്നതിനിടയിൽ വിസ കാലാവധി കഴിഞ്ഞാൽ ഇവർക്ക് US-ൽ തുടരാൻ കഴിയില്ല, സ്വന്തം നാട്ടിലേക്ക് മടങ്ങേണ്ടി വരും. 2, അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ. പഠനം കഴിഞ്ഞ് ഇവിടെ ജോലി കണ്ടെത്തി ഗ്രീൻ കാർഡിലേക്ക് മാറാൻ ശ്രമിക്കുന്ന വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസം പൂർത്തിയായ ഉടൻ തന്നെ രാജ്യം വിടേണ്ടി വരും. 3, മിക്സഡ് സ്റ്റാറ്റസ് കുടുംബങ്ങൾ. കുടുംബത്തിലെ ഒരാൾക്ക് ലീഗൽ സ്റ്റാറ്റസ് ഉണ്ടാവുകയും മറ്റൊരാൾ ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിൽ അപേക്ഷകന് മാസങ്ങളോളമോ വർഷങ്ങളോളമോ സ്വന്തം കുടുംബത്തെ പിരിഞ്ഞ് നാട്ടിൽ നിൽക്കേണ്ടി വരും. കേൾക്കുമ്പോൾ ഇതൊരു ലളിതമായ നടപടിയായി തോന്നാം. നാട്ടിൽ പോയി വിസ വാങ്ങി തിരികെ വരിക. എന്നാൽ ഇതിന് പിന്നിലെ യഥാർത്ഥ കെണി ഇമിഗ്രേഷൻ വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കാറ്റോ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പഠനങ്ങൾ പ്രകാരം നിലവിൽ US-ൽ ഗ്രീൻ കാർഡിനായി കാത്തിരിക്കുന്ന വിദേശികളുടെ എണ്ണം 10 ലക്ഷത്തിലധികമാണ്. ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യക്കാരാണ്. നിലവിൽ തന്നെ US കോൺസുലേറ്റുകളിൽ വിസ അപ്പോയിന്റ്മെന്റുകൾ ലഭിക്കാൻ മാസങ്ങളുടെ കാത്തിരിപ്പ് വേണം. കൂടാതെ ഈ വർഷം ജനുവരിയിൽ ട്രംപ് ഭരണകൂടം ലോകത്തിലെ 75 രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റ വിസകൾക്ക് താൽക്കാലിക വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവർ അമേരിക്കയ്ക്ക് സാമ്പത്തിക ബാധ്യതയാകും എന്ന വാദമുയർത്തിയാണ് വിസകൾ ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഗ്രീൻ കാർഡ് അപേക്ഷകർ നാട്ടിലേക്ക് മടങ്ങിയാൽ അവർ എത്രനാൾ അവിടെ കുടുങ്ങിക്കിടക്കുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല. ചിലപ്പോൾ മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ എടുത്തേക്കാം. ഈ കാലയളവിൽ അമേരിക്കയിലുള്ള അവരുടെ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ അവർ വാടകയ്ക്കോ ലോണിനോ എടുത്ത വീടുകളും നഷ്ടപ്പെടാം. കുട്ടികളുടെ വിദ്യാഭ്യാസവും മുടങ്ങാം. എല്ലാത്തിനും ഉപരി കോൺസുലേറ്റിലെ വിസ തീരുമാനങ്ങൾ ചോദ്യം ചെയ്യാൻ കുടിയേറ്റക്കാർക്ക് നിയമപരമായി വലിയ അവകാശങ്ങളുമില്ല. ഒരു ഇമിഗ്രേഷൻ ഓഫീസർ വിസ നിഷേധിച്ചാൽ അത് അന്തിമമായിരിക്കാനാണ് കൂടുതൽ സാധ്യത. വെള്ളിയാഴ്ച ഈ വിജ്ഞാപനം വന്നയുടൻ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളും നിയമപരമായ ചോദ്യങ്ങളും ഉയർന്നു വന്നിരുന്നു. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ താങ്ങി നിർത്തുന്ന വലിയ കോർപ്പറേറ്റ് കമ്പനികൾക്ക് തങ്ങളുടെ വിദഗ്ധരായ ജീവനക്കാരെ നഷ്ടപ്പെടുമെന്ന ആശങ്കയും ശക്തമായിട്ടുണ്ട്. ഇതിനെ തുടർന്ന് USCIS വക്താവ് ചെറിയൊരു വിശദീകരണം പിന്നീട് നൽകി. അമേരിക്കയ്ക്ക് വ്യക്തമായ സാമ്പത്തിക നേട്ടമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ദേശീയ താല്പര്യമുള്ള വിഭാഗങ്ങളിൽപ്പെടുന്ന അപേക്ഷകർക്ക് US-ൽ തുടരാൻ ചിലപ്പോൾ ഇളവുകൾ അനുവദിച്ചേക്കാമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന സൂചന. എന്നാൽ ഇത് ആർക്കൊക്കെ ലഭിക്കും, എങ്ങനെ ലഭിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും
ഇപ്പോഴും വ്യക്തതയില്ല. ഇമിഗ്രേഷൻ ഓഫീസർമാരുടെ വ്യക്തിപരമായ തീരുമാനങ്ങൾക്ക് മുൻഗണന നൽകുന്നതാണ് ഈ പുതിയ പോളിസി. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്തതിന് ശേഷം നിയമപരമായ കുടിയേറ്റങ്ങളെ പോലും കടുത്ത രീതിയിൽ നിയന്ത്രിക്കാൻ നടത്തുന്ന ശ്രമങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണിത്. കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വിദ്യാർത്ഥികളുടെ വിസ കാലാവധി കുറയ്ക്കാനും കൾച്ചറൽ എക്സ്ചേഞ്ച് വിസകൾക്ക് നിയന്ത്രണം കൊണ്ടുവരാനും ട്രംപ് ഭരണകൂടം നീക്കങ്ങൾ നടത്തിയിരുന്നു. കൂടാതെ ലക്ഷക്കണക്കിന് ലീഗൽ വിസകൾ റദ്ദാക്കുകയും ചെയ്തു. അനധികൃത കുടിയേറ്റക്കാരെ മാത്രമല്ല, രാജ്യത്ത് നിയമപരമായി നികുതി അടച്ച് ജീവിക്കുന്ന ലീഗൽ ഇമിഗ്രൻസിനെയും ട്രംപ് സർക്കാർ ലക്ഷ്യമിടുന്നു എന്നതിന്റെ തെളിവാണിതെന്ന് സിവിൽ റൈറ്റ്സ് സംഘടനകൾ കുറ്റപ്പെടുത്തുന്നു. അമേരിക്കയെ തങ്ങളുടെ സ്വപ്നഭൂമിയായി കണ്ട് ഇവിടെ വന്ന് കഠിനാധ്വാനം ചെയ്ത് നിയമങ്ങളെല്ലാം പാലിച്ച് ജീവിച്ച വലിയൊരു മലയാളി സമൂഹം ഉൾപ്പെടെയുള്ള പ്രവാസി ജനത ഇന്ന് ആശങ്കയിലാണ്. വരും ദിവസങ്ങളിൽ ഈ ഉത്തരവിനെതിരെ US കോടതികളിൽ ഹർജികൾ വരുമെന്നും ഉറപ്പാണ്. കോടതികൾ ഇതിൽ സ്റ്റേ അനുവദിക്കുമോ അതോ ട്രംപ് ഭരണകൂടത്തിന്റെ കടുത്ത നിലപാടുകൾക്ക് മുന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് അമേരിക്കയോട് വിട പറയേണ്ടി വരുമോ എന്ന് വരും ആഴ്ചകളിൽ തന്നെ അറിയാം.